ഏറ്റവും ആദരണീയരായ കർത്തൃശുശ്രൂഷകർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച മനുഷ്യരായിരുന്നില്ല നമ്മിൽ അനേകരും. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യം അറിഞ്ഞിരുന്നില്ല, അനുഭവിച്ചിരുന്നില്ല. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാനിടയായി, ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കാനിടയായി. സാക്ഷാൽ സ്വാതന്ത്ര്യം കർത്താവ് തന്നു. ജീവനുള്ള ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസ്ലീഹായുടെ ജീവചരിത്രം, പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളയാത്ത ജീവനുള്ള ദൈവം. പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞു. പത്രോസ്ലീഹ നിസ്സാരനായിരുന്നു. നമുക്കറിയാം, ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. വിദ്യാഭ്യാസം നോക്കിയാൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളതായിട്ട് തിരുവചനം പറയുന്നില്ല. വെറും ഒരു മീൻപിടുത്തക്കാരൻ. ആ പത്രോസ്ലീഹായെ ജീവനുള്ള ദൈവം തിരഞ്ഞെടുത്തു, വിളിച്ചു, വേർതിരിച്ചു. അനേകം അത്ഭുതങ്ങൾ പത്രോസ്ലീഹ നേരിട്ട് കണ്ടു. എന്നാൽ ഒരു സാഹചര്യം വന്നപ്പോൾ, ഒരു സമയം വന്നപ്പോൾ പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞു. യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. തൻ്റെ അരുമനാഥനെ ഞാൻ അറിയുന്നില്ല എന്നൊരു വട്ടമല്ല, 3 വട്ടം തള്ളിപ്പറഞ്ഞു. എന്നാൽ ആ പത്രോസ്ലീഹയെ യഥാസ്ഥാനപ്പെടുത്തിയ ക്രൂശിലെ സ്നേഹം. നാം ഇത് വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഏതെല്ലാം പരാജയങ്ങൾ വന്നെങ്കിലും, ഏതെല്ലാം അപകടങ്ങൾ വന്നെങ്കിലും, എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചെങ്കിലും ഒരിക്കലും നാം നിരാശപ്പെടരുത്, ഒരിക്കലും നാം തളരരുത്. ഏകാന്തതയുടെ സമയങ്ങൾ എല്ലാവർക്കും വരാം. ആരോരും ഇല്ലെന്ന് തോന്നിയ സമയം നേരിട്ട് ക്രിസ്തുവിനെ വിളിക്കാനിടയായി. അതാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു അരികത്തേക്ക് വരുന്ന അനുഭവം നാം എല്ലാവരും അത് പ്രാപിക്കണം. ആരെങ്കിലും മുഖേന പ്രാർത്ഥിച്ച് കിട്ടുന്ന അനുഭവമല്ല. സത്യമായും നാം ഒരു ജീവനുള്ള ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ എന്നും പറയുന്നു, വിശുദ്ധരായി ജീവിച്ചേ പറ്റുകയുള്ളൂ. യാതൊരു അശുദ്ധനും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഇതൊരു സത്യമായ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവർ. ഒരിക്കൽ ഒന്ന് സ്നാനപ്പെട്ടു, ഒരിക്കൽ ഒന്ന് മാനസാന്തരപ്പെട്ടു, ഒരിക്കൽ ജീവിതം ക്രിസ്തുവിനായി കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും രക്ഷാ തുറമുഖത്ത് എത്തിക്കൊള്ളണമെന്നില്ല. മരണത്തിൻ്റെ അവസാന വിനാഴിക വരെയും ഒരു കറ പറ്റാതെ ജീവിച്ചേ പറ്റുകയുള്ളൂ. തിരുവചനം സത്യമാണ്, അതിനകത്ത് മാറ്റമില്ല. ഈ വചനത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. പാപത്തിലേക്ക് പോകാൻ സാധ്യമല്ല. കൂടി വരുന്ന നാം എല്ലാവരും വിശുദ്ധരായിത്തീരണം. പാപത്തോട് യാത്ര പറഞ്ഞേ പറ്റുകയുള്ളൂ. ഒരു വിശുദ്ധ ജീവിതത്തിനായി നാം കൊതിച്ചേ പറ്റുകയുള്ളൂ. പലർക്കും കേൾക്കുമ്പോൾ തോന്നും, ഇത് ഇവിടെ മാത്രം ഇങ്ങനെ പറയണമല്ലോ. ഞാൻ ആരെയും വിധിച്ച് പറയുന്നില്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പോയി, ഒരു 500 മീറ്റിങ്ങുകളിലെങ്കിലും ഞാൻ ഈ കൂട്ടായ്മയുടെ അല്ലാത്ത പങ്കെടുത്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 3-4 ഇടത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. വിശുദ്ധിക്ക് ഊന്നൽ കൊടുക്കുന്ന അനേകം രംഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. വിശുദ്ധരായി ജീവിച്ചേ പറ്റുകയുള്ളൂ. കറ പറ്റാത്ത ജീവിതം നയിച്ചേ പറ്റുകയുള്ളൂ. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇത് കൃപായുഗമാണ്. തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളയുന്നവനല്ല ജീവനുള്ള ക്രിസ്തു. എന്നാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാളും വരുത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. പത്രോസ്ലീഹ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3 പ്രാവശ്യവും പത്രോസ്ലീഹയെ കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നെന്ന് ഏറ്റുപറയിപ്പിച്ചു. പത്രോസ്ലീഹ ആരായിരുന്നു? എത്ര ഉന്നത നിലവാരം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. ഒന്ന് വായിക്കാം. അതിന് പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് എന്താണ് പറഞ്ഞത്? അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ
31 വാക്യം മുതൽ താഴേക്കൊന്ന് വായിക്കാം. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കലിടറും. കർത്താവ് കൃത്യമായിട്ട് വ്യക്തമായി വെളിപ്പാട് കൊടുത്തു. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കലിടറും. ആരാണ് പറഞ്ഞത്? പത്രോസിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കലിടറും. വായിച്ചോ. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ. കൃത്യമായിട്ട് പറയുകയാണ്, ഈ രാത്രിയിൽ തന്നെ, ഇന്ന് രാത്രിയിൽ തന്നെ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്ത് കൃത്യമായ കാര്യമാണ് പറയുന്നത്! സൃഷ്ടാവായ ജീവനുള്ള ദൈവമാണ് പറഞ്ഞത്, ഇന്ന് രാത്രിയിൽ കോഴി കൂവും മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. എത്ര വട്ടം കോഴി കൂവുന്നതിന് മുമ്പ്? 2 വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന്. എത്ര കൃത്യമായ മുന്നറിയിപ്പ് കിട്ടി! എന്നാൽ പത്രോസ് എന്താണ് പറഞ്ഞത്? നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും, കേട്ടോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. എത്ര വീമ്പോടെയാണ്, എത്ര വീറോടെയാണ് പറയുന്നത്! പത്രോസ് എത്ര ധൈര്യത്തോടെയാണ് പറയുന്നത്! സ്വയത്തിലുള്ള ആശ്രയം. പൗലോസ് പറഞ്ഞു, പൗലോസിക്ക് വ്യക്തമായി കാഴ്ചപ്പാട് കിട്ടിയ ശേഷം പറഞ്ഞു, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, ഞാൻ പയക്കുന്നതിനെ അത്രേ ചെയ്യുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ തന്നെ കരയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. 90 വയസ്സായാലും ജീവിതത്തിൽ നിന്ന് അശുദ്ധി മാറുമെന്ന് നിങ്ങൾ കരുതണ്ട. 90 വയസ്സായാലും കോപം മാറുമെന്ന് കരുതണ്ട. പ്രായമാകും തോറും മാറുന്നതല്ല അശുദ്ധി, പ്രായമാകും തോറും മാറുന്നതല്ല കോപം. ജീവനുള്ള ക്രിസ്തു ഉള്ളിൽ കടന്നു വരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്നു വരണം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. സ്വയമേവ സാധ്യമല്ല എന്ന് അംഗീകരിക്കണം. എന്നാൽ പത്രോസ് എന്ത് പറഞ്ഞു? ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല. വ്യക്തമായി മുന്നറിയിപ്പ് കിട്ടി. നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടുന്നില്ലേ? ഇല്ലേ? നമുക്ക് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം നാം നിരന്തരം കേൾക്കുന്നു. എന്നാൽ നാം ആ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? നാം ഭയത്തോടും വിറയലോടും കൂടിയാണോ ജീവിക്കുന്നത്? പലപ്പോഴും നാം ലാഘവത്വത്തോടെ ജീവിക്കുന്നു. കള്ളനെ കണ്ടാൽ അവൻ്റെ കൂടെ കൂട്ടുകൂടുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. സത്യമായ യാഥാർത്ഥ്യം പറയുകയാണ്, പറഞ്ഞേ പറ്റുകയുള്ളൂ, തിരുത്തിയേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഓരോരുത്തരും തിരുത്തിയേ പറ്റുകയുള്ളൂ. വിശുദ്ധരായി തീർന്നേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധരായി തീർന്നവരുള്ളൂ. അതിന് കുറഞ്ഞ വാക്കുകളില്ല. പത്രോസ് സ്വന്തം ജഡത്തിൽ ആശ്രയിച്ചു. ഞാൻ മരിക്കേണ്ടി വന്നാലും തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ സമയം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത 1-ാമത്തെ കാര്യം എന്താണ്? പത്രോസിയുടെ സ്വയത്തിൽ ആശ്രയിച്ചുള്ള ആ ഒരു തീരുമാനം, ആ ഒരു പ്രഖ്യാപനം. നാം ആയിരിക്കും സ്വയത്തിൽ ആശ്രയിച്ച് ഒന്നും പറയരുത്. നമ്മുടെ വിൽ പവർ കൊണ്ട്, നമ്മുടെ ആ സ്വന്തമുള്ള ഇച്ഛാശക്തി കൊണ്ട് ഒരിക്കലും പാപത്തിന്മേൽ ജയം നേടുക സാധ്യമല്ല. കർത്താവേ, എനിക്ക് സാധ്യമല്ല എന്ന് ആരെല്ലാം അംഗീകരിക്കുന്നു, ഞാനൊരു പാപിയായ മനുഷ്യനാണെന്നുള്ള അംഗീകരിക്കുക. അത് അംഗീകരിക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ അരിയിലേക്ക് ഇറങ്ങി വരും. എന്തുകൊണ്ടാണ് കന്യമറിയാം അമ്മയുടെ ഉദരത്തിൽ യേശുക്രിസ്തു പൂജാതനായത്? കണ്ടാലും ഞാൻ തൻ്റെ താഴ്ചയെ കടാക്ഷിച്ചുവല്ലോ. താഴ്ചയെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. താണവരെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. പൊടിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമുക്ക് അങ്ങനെയൊരു ആശ്രയബോധമുണ്ടോ? എപ്പോഴും ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. ആരോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞാലും ഒരു വ്യക്തിയായിട്ട് പ്രാർത്ഥിക്കില്ല, കൂട്ടായ്മ ഒരുമിച്ചായിട്ട് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, എനിക്ക് എൻ്റെ ഹൃദയം പകരാൻ ഒരു ആവശ്യഭാരം വരുമ്പോൾ ഓടിച്ചെന്നണയാനൊരു വ്യക്തിയുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നുള്ള ഉറപ്പ്. അതാണ് നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. ഇനി പത്രോസിയുടെ ജീവിതത്തിൽ അടുത്തത് എന്താണ്? അശ്രദ്ധമായി, ഉദാസീനതയോടെ, അലസമായി പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നു. ഏതാണ്? 26
മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 40-ഉം 41-ഉം വാക്യം, 40-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? എന്താണ് അതിൻ്റെ പശ്ചാത്തലം? എന്താണ്? മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 36 മുതൽ 41 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. അനന്തരം യേശു അവരുമായി ഗേത്ശമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ബാക്കി ശിഷ്യന്മാരെല്ലാം അവിടെ ഇരുത്തി. 12 ശിഷ്യന്മാരെയും അതിനകത്ത് 9 പേരെ അവിടെ ഇരുത്തി. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട്, യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട്, അവരെ 3 പേരെ മാത്രം പ്രത്യേകം വിളിച്ചുകൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, വെങ്ങിപ്പൊട്ടി കരയുകയാണ്. പറയാം, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. എന്താണ്? ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഒരു കുഞ്ഞ് ആരെങ്കിലും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുകയാണ്. സ്വന്തം കുഞ്ഞെന്ന് വിചാരിക്കണം, എന്നാലേ നമുക്ക് ആ ഗൗരവം വരികയുള്ളൂ. ആ സമയത്ത് കട്ടിലേക്ക് കയറി കിടന്നുറങ്ങുമോ? ഉറങ്ങാൻ കിടന്ന ഉറക്കം വരുമോ? വേറൊരാളുടെ കുഞ്ഞാണെങ്കിൽ ഉറക്കം വരും, ഉറങ്ങിപ്പോവും. സ്വന്തം അമ്മ മരിച്ചു കിടക്കണു, അല്ലെ അപ്പം മരിച്ചു കിടക്കണു, അല്ലെ ഭാര്യ മരിച്ചു കിടക്കുന്നു, അല്ലെ ഭർത്താവ് മരിച്ചു കിടക്കുന്നു, സാധാരണ ഇതിൽ ഉറക്കം വരുമോ? വേറൊരാളുടെ അപ്പം മരിച്ചാൽ ഉറക്കം വരും. എന്നാൽ ഇത്ര വാത്സല്യിച്ച് സ്നേഹിച്ച് 12 ശിഷ്യന്മാരിൽ നിന്ന് 3 പേരെ മാത്രം, പത്രോസിനെയും സെബദി മക്കള് യാക്കോബിനെയും യോഹന്നാനെയും ഒരുമിച്ച് കൂട്ടി കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് മരണവേദന പോലെ ഉള്ളം നൊന്ത് കലങ്ങി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ രക്തത്തുള്ളികൾ, വേർപ്പുതുള്ളികൾ രക്തം പോലെ താഴെ വീണു. എന്നിട്ടോ പത്രോസ് ഇരുന്ന് ഉറങ്ങുകയാണ്. നാം ദൈവമക്കൾ ഒരു സമയത്തും അലസരായിട്ടിരിക്കരുത്, എപ്പോഴും ജാഗ്രത. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഒരിക്കലും ഞാൻ എല്ലാം തികഞ്ഞവനായി നിന്നുകൊണ്ട് ഉപദേശിക്കുകയല്ല. എന്നാൽ ഏതെങ്കിലും സമയത്ത് അലസമായിട്ടോ ഉദാസീനതയോടോ ജാഗരണക്കുറവ് മൂലമോ പ്രാർത്ഥിക്കാതിരുന്ന സമയത്തെല്ലാം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ചില വാക്കുകൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, ചില അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. നാം ഒരിക്കലും അങ്ങനെയാകരുത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവർ. അത് പത്രോസ്ലിയാണെങ്കിലും ശരി, അല്ല ഇനിയിപ്പോൾ എത്ര വലിയ ഉയർന്ന വ്യക്തിയാണെങ്കിലും ശരി, ഉദാസീനതയോടെ ജീവിച്ചാൽ, അലസമായി ജീവിച്ചാൽ നമുക്ക് അപകടം വരും. ഇതെല്ലാം പത്രോസിന്റെ ജീവിതത്തിൽ വന്ന എന്താണ്? വീഴ്ചയുടെ പടവുകളാണ്. ഉദാസീനതയായിട്ടൊരു വാക്ക് പറയരുത്. ശ്രദ്ധിക്കണം, സ്ത്രീകൾ എപ്പോഴും യോഗ്യമായ രീതിയിൽ വേണം വസ്ത്രം ധരിച്ച് നിൽപ്പാൻ. നമ്മുടെ കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഒരു കൾച്ചറുണ്ട്. ആവശ്യമില്ലാതെ പുരുഷന്മാരുടെ അടുത്ത് അധികം അടുത്ത് പോയി നിൽക്കരുത്, ഇത്രയും ദൂരെ. ഇതെല്ലാം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, ഒരുപക്ഷെ ചിലർക്ക് തോന്നും, ഇതെന്ത് വർത്തമാനം ഈ പറയണേ, ഇതിപ്പോൾ 20-ാം നൂറ്റാണ്ട്, ഇത് കാലങ്ങ് മാറിയില്ലേ? അങ്ങനെയല്ല, അപകടം വരും. അലസത വരാൻ പാടില്ല, അലസമായി സംസാരം. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കണം. ഞാനും നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അലസമായി സംസാരിച്ചിരിക്കരുത്. ആവശ്യമില്ലാത്ത ആളുകളുടെ അടുത്ത് അങ്ങനെ കൂട്ടുകെട്ടിന് പോകരുത്. അങ്ങനെ കളി തമാശകൾ മറ്റാരോടും പറയരുത്. സൂക്ഷിച്ചു വേണം ജീവിക്കാൻ, ഇല്ലെങ്കിൽ അപകടം വരും. അലസമായി ജീവിക്കാനിട വരരുത്. ഓരോ കാര്യവും പറയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു വേർപാട് പാലിച്ച് വിശുദ്ധിയോടെ നിന്നില്ലെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും. അതിന് സംശയമില്ല പ്രിയപ്പെട്ടവരെ. കൂട്ടായ്മക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബ്രായർ 10:24 ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അടുത്ത വാക്യം. നാൾ സമീപിക്കുന്നു എന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. നാൾ സമീപിക്കുന്നു അറിഞ്ഞുകൊണ്ട് ഇത് അധികമായി ചെയ്യേണ്ടതാകുന്നു എന്ന് നാം കൂടി വരുമ്പോഴെല്ലാം ജീവനുള്ള ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. നാം ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ. കൂടുതൽ എനിക്ക് കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയാകണം, എനിക്ക് കൂടുതൽ അധ്വാനിക്കണം, എനിക്ക് കൂടുതൽ ആളുകളെ വിളിച്ചുകൊണ്ട് വരണം, ഞാൻ മൂലം അനേകർ ദൈവരാജ്യത്തിൽ എത്താൻ ഇടവരണം. ഇല്ലെങ്കിലോ ഒരു ദിവസം നാം കടന്നു ചെല്ലും, ഇവിടെ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം?
എത്രമാത്രം സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? മക്കൾക്ക് കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ജോലി ചെയ്യേണ്ട, അധ്വാനിക്കേണ്ടെന്നല്ല. ആകെ ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഏകനായി ഒരു ദിവസം അങ്ങോട്ട് കടന്നു ചെല്ലും, അക്കരനാട്ടിലേക്ക് കടന്നു ചെല്ലും. അന്ന് എൻ്റെ ഭാര്യ എന്ത് ചെയ്തു എന്ന് എന്നോട് കർത്താവ് ചോദിക്കില്ല, എൻ്റെ മക്കൾ എന്ത് ചെയ്തു എന്ന് എന്നോട് കർത്താവ് ചോദിക്കുകയില്ല. ആ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ അന്ന് കർത്താവ് പ്രതിഫലം പങ്കിടാൻ ഇരിക്കുമ്പോൾ അന്ന് നാം ലജ്ജിതരായി നിൽക്കാനിട വരരുത്. നാം ഉള്ള കാലം മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊള്ളണം. അനേകരെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ അവരവർക്ക് ദൈവരാജ്യത്തിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ നമുക്ക് കഴിഞ്ഞവരാരെല്ലാം ഉണ്ട്. ആരെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക മാത്രമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ആരെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി, എൻ്റെ ഒരു വാക്കുകൊണ്ട് ആർക്കെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി. പ്രിയപ്പെട്ടവരെ, അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഈ ഭൂമിയിൽ ആ ശവക്കുഴിക്കപ്പുറത്തേക്ക് ശവക്കുഴിയിൽ വെച്ച് എല്ലാം വിട്ടിട്ട് നാം പകർന്നു പോകേണ്ടവരാണ്. എന്നാൽ അങ്ങ് കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ. എന്താണ് വിശ്വസ്തത? ഞാൻ നിന്നെ ഏൽപ്പിച്ച താലന്ത്. എന്താണ് താലന്ത്? ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ ഇടയായി, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിടയായി, പാപം എന്താണെന്ന് തിരിച്ചറിയാൻ ഇടയായി, പരിശുദ്ധാത്മാവ് എന്താണ് തിരിച്ചറിയാനിടയായി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേട്ടില്ലായിരുന്നെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ പാപം എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഞാനെന്ന് ചെല്ലുമ്പോൾ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് 15-ാമത്തെ വയസ്സിൽ കടന്നു ചെന്നത്. എന്നാൽ എൻ്റെ ഹൃദയം മുഴുവൻ ചീഞ്ഞതായിരുന്നു. പുറമേ പാപത്തിലേക്ക് ഒന്നും പോയിരുന്നില്ല, മദ്യവെച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, വേറെ വേണ്ടാതിനങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് പാപമില്ല, വേറെ എന്ത് പാപമാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇരുന്നത്. എന്നാൽ എൻ്റെ ഹൃദയം മുഴുവൻ ചീഞ്ഞതായിരുന്നു, ഹൃദയം മുഴുവനും അഴുക്കായിരുന്നു, ഹൃദയത്തിൽ കോപം കുന്നുകൂടിയിരുന്നു, എല്ലാവരോടുള്ള വൈരാഗ്യം ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, മലബാറിലുള്ള കുഞ്ഞുമ്മ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുമ്മ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരില്ല. അതുകൊണ്ട് കുഞ്ഞുമ്മയോടൊരു ഇഷ്ടക്കുറവ് ഉള്ളിൽ. ആ കുഞ്ഞുമ്മയോട് കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വയനാട്ടിൽ അവിടെ മീനങ്ങാടി ചെന്നപ്പോൾ അവിടെ കുഞ്ഞുമ്മ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടാണ് പോകുന്നത്. എന്നാൽ അന്ന് 15-ാമത്തെ വയസ്സിൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ പോയപ്പോൾ ഉള്ളു മുഴുവൻ അഴുക്ക് പിടിച്ചതായിരുന്നു, ഉള്ളു മുഴുവൻ അശുദ്ധി നിറഞ്ഞതായിരുന്നു, ഉള്ളിൽ അനേകം ചീത്ത ചിന്തകളുണ്ടായിരുന്നു, അനേകം വികാരങ്ങൾക്ക് അടിമയായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട്, ആ കരുണയിൽ ചാരിക്കൊണ്ട്, ആ തൃപ്പാദം മുത്തിക്കൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിന്മേൽ ജയം തരുന്നൊരു ദൈവമുണ്ട്, അശുദ്ധ ചിന്തയിന്മേൽ ജയം തരുന്നൊരു ദൈവമുണ്ട്, അശുദ്ധ വികാരങ്ങളുടെ മേൽ ജയം തരുന്നൊരു ദൈവമുണ്ട്. പ്രായം ഏറി വരുമ്പോൾ മാറുന്നതല്ല അശുദ്ധി. എന്നാൽ ജീവനുള്ള ക്രിസ്തു ഉള്ളിൽ വന്നിരിക്കുമ്പോൾ, ആ ക്രിസ്തു ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളിൽ വന്ന് വസിക്കുമ്പോൾ എല്ലാം മാറ്റിത്തരുന്ന ജീവനുള്ള ക്രിസ്തു, ഹൃദയം എല്ലാവരോടും സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഹൃദയം. ആരോടെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർക്കണം, നിങ്ങൾക്ക് ആരോടെങ്കിലും ഈ ഭൂമിയിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടോ? വീണ്ടും ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ മറഞ്ഞു കിടക്കുന്ന കാര്യമായിരിക്കും. ചിന്തിച്ച് നോക്കണത് കേൾക്കുമ്പോൾ, ആരോടെങ്കിലും എനിക്ക് ഇഷ്ടക്കുറവുണ്ടോ? ഈ ഭൂമിയിൽ ആരോടെങ്കിലും, ഏത് മനുഷ്യരോട്, സ്വന്തം മക്കളോട് ഇഷ്ടക്കുറവുള്ളവരുണ്ട്, മാതാപിതാക്കളോട് ഇഷ്ടക്കുറവുള്ളവരുണ്ട്, മാതാപിതാക്കളോട് ഉള്ളിൽ പകവെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കൂടെ ജോലി ചെയ്തവരോട് പകവെച്ചിരിക്കുന്നവരുണ്ട്. ഒട്ടുമില്ലാത്ത കാര്യം, അല്പം പോലും സത്യമല്ലാത്ത കാര്യം ചുമ്മാ ഉണ്ടാക്കി കഥ പറഞ്ഞു അവരോട് സ്വാഭാവികമായിട്ട്, എന്നാലും അല്പം പോലും ഇല്ലാത്ത കാര്യം പറഞ്ഞല്ലോ എന്ന് വരുമ്പോൾ ഉള്ളിലൊരു നീരസം വരാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ നീരസം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു കാരണവശാലും പ്രാർത്ഥന കേൾക്കില്ല എന്നുള്ള സത്യം അറിഞ്ഞുകൊള്ളൂ. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവമെങ്കിലും ജീവിതത്തിൽ നിന്ന് പാപം മാറാതെ, ജീവിതത്തിൽ അഴുക്ക് ചിന്തകൾ വെച്ചുകൊണ്ട്, മലിന വികാരങ്ങൾ വെച്ചുകൊണ്ട്, പാപത്തിൽ വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം, ഈ ലോകത്തോടുള്ള ആഗ്രഹം വെച്ചുകൊണ്ട്, ഈ ലോകത്തോടുള്ള പറ്റുമാനം വെച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നാം ഒരു ദിവസം തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, തള്ളിപ്പറയാനിടവരും. അതങ്ങനെ തള്ളിപ്പറയാനിട വരാതിരിക്കണമെങ്കിൽ എപ്പോഴും ആ ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, എൻ്റെ കർത്താവെ ഞാൻ ഏതുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, കർത്താവെ അവിടുത്തെ കരുണയാലാണ് ഞാൻ ജീവിക്കുന്നത്, അവിടുത്തെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിച്ചാൽ അതും കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നമ്മളെ ഒരിക്കലും വിട്ടുപോകുകയില്ല. പത്രോസിയുടെ ജീവിതത്തിൽ അപകടങ്ങൾ വന്നു, ആ പല അപകടങ്ങൾ വന്നു. പിന്നെയും പറയുന്നുണ്ട്,
ഇനി അങ്ങനെ വലിയ വേലയിലൊന്നും പങ്കെടുക്കണ്ട, കൂട്ടായ്മയ്ക്ക് പോകാം, കാര്യങ്ങളൊക്കെ നടന്നാൽ മതി, എനിക്കിപ്പോൾ ആരെയൊന്നും വിളിക്കാൻ പോകണ്ട, ഇനി ആളുകൾ ചോദിച്ചാൽ എന്ത് പറയും, അങ്ങനെ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ അറിഞ്ഞുകൊള്ളൂ, നാം ഒരിക്കൽ തള്ളിപ്പറയേണ്ടി വരും. പത്രോസ്ലീഹ ദൂരെ അനുഭവിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, തള്ളിക്കളഞ്ഞ പത്രോസ്ലീഹായെ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്ന് പ്രിയപ്പെട്ട ദൈവജനമേ, യേശുക്രിസ്തു ഇന്ന് നമ്മളോട് അതാണ് ചോദിക്കുന്നത്. നീ എല്ലാവരിലേക്കാളും അധികമായി, എല്ലാറ്റിനേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. യേശുവിനോടുള്ള സ്നേഹം അത് 3 പ്രാവശ്യം അവിടെ ഏറ്റു പറയിക്കുകയാണ്. 16-ാം വാക്യോടെ വായിക്കാം. 1, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരെല്ലാവരിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. രണ്ടാമതും അവനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. മൂന്നാമത് വീണ്ടും 17-ാം വാക്യം. മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, തള്ളിപ്പറയുന്നവനെ തള്ളിക്കളയുന്ന ക്രിസ്തു ആയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമാകുമായിരുന്നില്ല. സാഹചര്യം വന്നപ്പോൾ എപ്പോഴെല്ലാം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ തള്ളിപ്പറഞ്ഞവനെ തള്ളിക്കളയുന്ന സ്നേഹമല്ല, യേശു അരികിലേക്ക് വന്നു നിന്നുകൊണ്ട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹമാണിപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. യേശു മുമ്പിൽ വന്നു നിൽക്കുന്നെന്ന് വിശ്വസിക്കുക. എന്തെല്ലാം പാപം ജീവിതത്തിൽ വന്നെങ്കിലും, ഏതെല്ലാം തിന്മകൾ ജീവിതത്തിൽ വന്നെങ്കിലും, ഏതെല്ലാം അരുതായികൾ ജീവിതത്തിൽ വന്നെങ്കിലും, മനസ്സറിഞ്ഞും അറിയാതെയും എല്ലാം പാപങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും, യേശുവിൻ്റെ സ്നേഹം നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തു നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ കർത്താവ് നമ്മുടെ അരികിൽ വന്ന് ചേർന്ന് നിൽക്കുകയാണ്. എല്ലാവരേക്കാളും അധികമായി, എല്ലാവരിലേക്കാളും അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് യേശു ചോദിക്കുകയാണ്, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. പാപിയായ അടിയൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തരും അരികിൽ വന്ന് നിൽക്കുകയാണ്. നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്, നീ എന്നെ എല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക. യേശുവിനോടുള്ള സ്നേഹം നമുക്ക് ഇന്ന് ആരംഭിക്കാം പ്രിയപ്പെട്ടവരെ. പാപത്തോട് യാത്ര പറയാം, യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങാം. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ വന്നാൽ പിന്നെ ഈ ലോകം മായെന്ന് കാണാൻ കർത്താവ് ഭാഗ്യം നൽകും. എല്ലാം ചപ്പന്നും ചവർന്ന് കാണാൻ കർത്താവ് അതിനുള്ള ഭാഗ്യം നൽകും. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാം ചപ്പന്നും ചവർന്നും എണ്ണിക്കൊണ്ട്, യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ക്രൂശിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, യേശു എനിക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചു, അവസാനത്തുള്ള രക്തം വരെയും യേശു എനിക്ക് വേണ്ടി ഊറ്റി തന്നു എന്ന് അറിഞ്ഞുകൊണ്ട്, അത് വിശ്വസിച്ചുകൊണ്ട് ഇന്നൊരു വ്യക്തമായി തീരുമാനമെടുക്കാം. പ്രിയ ദൈവജനമേ, ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആണിപ്പാടുള്ള കരവും നീട്ടിക്കൊണ്ട്, ആണിപ്പാടുള്ള കരവും കാണിച്ചുകൊണ്ട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, നീ എന്നെ എല്ലാവരേക്കാളും അധികമായി സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് യേശു നമ്മുടെ മധ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ യേശുവിനെ മാത്രം നിങ്ങൾ കാണൂ, ആ യേശുവിലേക്ക് മാത്രം നോക്കൂ, വേറെ എങ്ങോട്ടും നോക്കല്ലേ. പ്രിയപ്പെട്ട ദൈവജനമേ, കൂട്ടായ്മ നിങ്ങളെ രക്ഷിക്കുകയില്ല, ഒരു ദൈവമക്കളും നിങ്ങളെ രക്ഷിക്കുകയില്ല, ഒരു ഫെലോഷിപ്പ് നിങ്ങളെ രക്ഷിക്കുകയില്ല. രക്ഷകൻ ക്രിസ്തു മാത്രം. ക്രൂശിലേക്ക് മാത്രം നോക്കൂ, രക്തത്തിൽ മാത്രം ആശ്രയിക്കൂ. ആ യേശുവിൻ്റെ രക്തമാണ് നമ്മളെ കഴുകുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ രക്തം വന്ന് നിൽക്കുകയാണ്. യേശുവിൻ്റെ രക്തം നമ്മോട് വാദിക്കുകയാണ്. ജീവന്റെ പുസ്തകം ഇപ്പോൾ തുറക്കുകയാണ്. ആരെല്ലാം തീരുമാനമെടുക്കുന്നു അവരുടെ പേര് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ആരെല്ലാം ഇപ്പോൾ പറയുന്നു, കർത്താവേ, ഞാൻ എന്നേക്കുമായി പാപത്തോട് യാത്ര പറയുന്നു, പിശാചിനോട് യാത്ര പറയുന്നു, യേശുവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത് എന്നുള്ള വചനം ഞാൻ ഇപ്പോൾ മുതൽ കർത്താവെ പ്രമാണിക്കാൻ തുടങ്ങുകയാണ്.
എല്ലാം ചപ്പന്നും ചവർന്നും എണ്ണുകയാണ്. കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും ശുദ്ധീകരിക്കണമേ, എല്ലാവർക്കും കർത്താവേ അങ്ങനെ വ്യക്തമായി തീരുമാനം കൊടുക്കണമേ. യേശുവിനെ സ്നേഹിപ്പാൻ, യേശുവിനെ വീണ്ടും വീണ്ടും യേശുവിനോട് പ്രിയമുണ്ടെന്ന് പറയുവാൻ കർത്താവേ, അതിനായി എല്ലാവരെയും ഒരുക്കണമേ. പ്രാർത്ഥിക്കാം. എൻ്റെ നാഥ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അനേകം അനുഭവങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങൾ നടത്തുന്നുവല്ലോ. ഇപ്പോൾ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്, പാപത്തോട് യാത്ര പറയുകയാണ്, പിശാചിനോട് യാത്ര പറയുകയാണ്. ഞങ്ങൾ വീണ്ടും ജനത്തിന് അനുഭവം ഇപ്പോൾ നേടിയെടുക്കുകയാണ് കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ആരെല്ലാം തീരുമാനം പറയുന്നുണ്ട്, ഏതെല്ലാം തെറ്റിലേക്ക് പോയവരാണെങ്കിലും, ഏതെല്ലാം പാപത്തിൻ്റെ ഊരാ കുടുക്കിൽ വീണവരാണെങ്കിലും, ഇപ്പോൾ കർത്താവ് ബന്ധങ്ങൾ അഴിച്ചു തരികയാണ്, പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചു തരികയാണ്. ഒറ്റ കാര്യം മാത്രം, എൻ്റെ യേശുവേ പറഞ്ഞോളൂ നിങ്ങൾ, എൻ്റെ യേശുവേ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എല്ലാവരെക്കാളും ഉപരിയായി, എല്ലാവരെക്കാളും ഉപരിയായി യേശുവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു. എന്റെ യേശുവേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ, എന്റെ പാപങ്ങൾ കഴുകിത്തരണമേ. സാത്താനോടിതാ യാത്ര പറയുന്നു, പിശാചിനോടിതാ യാത്ര പറയുന്നു, പാപത്തോടിതാ യാത്ര പറയുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, യേശുവിനെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും. അങ്ങനെ ആരെല്ലാം തീരുമാനമെടുത്തു, അവരുടെ മേൽ ആണിപ്പാടുടെ കരം ഇപ്പോൾ വെക്കുകയാണ്, തിരുരക്തം പുരണ്ട കരം ഇപ്പോൾ വെക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്, ആണിപ്പാടുള്ള കരം ഉയർത്തുകയാണ്. നിങ്ങൾ തന്നെ ഇതുവരെ പറയാത്തവര് പറഞ്ഞുകൊള്ളൂ, തന്നെ കർത്താവിനോട് പറഞ്ഞുകൊള്ളൂ, രഹസ്യമായി കർത്താവിനോട് പറഞ്ഞുകൊള്ളൂ. എൻ്റെ കർത്താവേ, ഇതാ ഞാൻ എല്ലാറ്റിനേക്കാളും ഉപരിയായി യേശുവിനെ സ്നേഹിക്കുന്നു, ലോകത്തോട് ഞാൻ യാത്ര പറയുന്നു, എനിക്കിനി യേശു മതി, യേശുവിനെ കൊണ്ടൊരു പുതിയ ജീവിതം ഞാൻ തുടങ്ങുന്നു. ആരെല്ലാം പറയുന്നുണ്ട്, ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹം മാത്രമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനായി സ്തുതി. കർത്താവേ, ഞങ്ങളുടെ രോഗം അവിടുന്ന് മാറ്റുന്നതിനായി സ്തുതി, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അവിടുന്ന് അഴിക്കുന്നതിനായി സ്തുതി, പാപത്തിൻ്റെ കെട്ടുകൾ അവിടുന്ന് പൊട്ടിക്കുന്നതിനായി സ്തുതി. ആണിപ്പാടുള്ള കരം തീരുമാനോരുത്തരുടെ ശിരസിന്മേൽ വെക്കുന്നതിനായി സ്തോത്രം, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെടുക്കുന്നതിനായി സ്തുതി. കർത്താവേ, അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ രോഗികളായിട്ടുള്ളവരെ കർത്താവേ അവിടുന്ന് സൗഖ്യമാക്കണമേ, അവിടുത്തെ അത്ഭുത കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.